ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക്കാർക്ക് പറ്റിയ ഡയറ്റിനെ പറ്റിയാണ്. നമുക്കറിയാം, ഇന്ന് കീറ്റോ ഡയറ്റ് ഉണ്ട്, വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഉണ്ട്, അതുകൂടാതെ പാലിയോ ഡയറ്റ് ഉണ്ട്, അതുകൂടാതെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്, അതുകൂടാതെ ഡയബറ്റിക്കാർക്ക് ഫീസ്റ്റിംഗ് ആൻഡ് ഫാസ്റ്റിംഗ്. ഈ സമയത്തൊക്കെ എങ്ങനെയാണ് മരുന്ന് കഴിക്കേണ്ടതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാല. ആദ്യം ഞാൻ പറയാം, നമുക്കറിയാം ഡയബറ്റിക്കാർക്ക് പറ്റിയ ഡയറ്റ്. അപ്പം പലപ്പോഴും ഈ ഡയബറ്റിക്കാർക്ക് OP വന്ന് ചോദിക്കും, കീറ്റോ ഡയറ്റ് എടുക്കാൻ പറ്റും, എനിക്ക് കുറച്ച് തടിയുണ്ട് ഡോക്ടറെ, 90 കിലോ 100 കിലോ ഒക്കെ ഉണ്ട്, കീറ്റോ ഡയറ്റ് എടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പലപ്പോഴും നമ്മൾ കീറ്റോ ഡയറ്റ് ഡയബറ്റിക് ആൾക്കാർക്ക് അതായത് ഷുഗർ രോഗികൾക്ക് അഡ്വൈസ് ചെയ്യാറില്ല. കാരണം കീറ്റോ ഡയറ്റ് നമുക്കറിയാം ചിക്കനൊക്കെ 3 നേരമോ അല്ലെങ്കിൽ 4 നേരവും കഴിക്കുകയാണ്, കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നില്ല. പലപ്പോഴും നമുക്കറിയാം കൂടുതലായിട്ട് നമ്മൾ ഈ ഫാറ്റ് കഴിക്കുമ്പോൾ 2 രീതിയിൽ പ്രശ്നം ഉണ്ടാകും. ഒന്ന്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ലിവറൊക്കെ ഉള്ളവർക്ക് അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. 2, നമ്മുടെ ഹൃദയത്തിലേക്ക്, തലച്ചോറിൽ, രക്തക്കൊള്ളിലേക്ക് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ അവർക്ക് കീറ്റോൺ ബോഡീസ് കൂടുതലാണ്, ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യും. കാരണം കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള മസിലിൽ അല്ലെങ്കിൽ ലിവറിൽ സ്റ്റോർ ചെയ്തേക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ ആഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റുള്ള ഫാറ്റൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ വെയിറ്റ് കുറയും. പക്ഷേ ലോങ് ടൈം റണ്ണിൽ ഷുഗർ കൺട്രോളൊക്കെ വ്യതിയാനം വരുന്നുണ്ട്, അവർക്ക് കോംപ്ലിക്കേഷൻസ് പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് കീറ്റോ ഡയറ്റ് ഒട്ടും അഡ്വൈസബിൾ അല്ല. പിന്നെ അവർക്ക് പറ്റിയ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ്. വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അവർക്ക് ഷുഗർ താക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് മെഡിസിൻ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതുണ്ട്. കാരണം അവർ ഷുഗർ നല്ല കൺട്രോൾ ചെയ്യുന്ന ഏർലി ഡയബറ്റിക് ആണ്, ഫാസ്റ്റ് ഷുഗറൊക്കെ 100 താഴെയാണ്, HbA1c 6 താഴെയാണെങ്കിൽ മാത്രം അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുകൂട്ട് മരുന്ന് ഒഴിവാക്കിയിട്ട് ഈ വെരി ലോ കാർബോഹൈഡ്രേറ്റ് കൊണ്ടുപോകാൻ പറ്റും. ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറഞ്ഞാൽ ലോ കാർബോഹൈഡ്രേറ്റ്, ഒരു 1000-1500 കലോറി പെർ ഡേ കഴിക്കാൻ പറ്റുന്ന ഡയറ്റ്. നോർമലി നമ്മൾ കഴിക്കുന്നത് 2500 ആണെങ്കിൽ നമ്മളൊരു 1000 കലോറി കുറയ്ക്കുന്നു. അപ്പോൾ വെരി ലോ കാർബോഹൈഡ്രേറ്റ് ആകുമ്പോൾ 800 കലോറി പെർ ഡേ വരുന്നത്. അപ്പോൾ ഷുഗർ രോഗികൾക്ക് അത് സാധ്യമാകില്ല. കാരണം അവർക്ക് ഒത്തിരി ഗ്യാപ്പ് പറ്റിയില്ല, എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സ്മോൾ ക്വാണ്ടിറ്റി കഴിക്കുകയും വേണം. ഷുഗർ രാവിലെ നമ്മൾ 2 വീറ്റ് ബ്രെഡ് മുട്ടയുടെ വെള്ളം കഴിച്ചു, ഉച്ചയ്ക്ക് ഒരു സ്മൂത്തി, വൈകുന്നേരം ഓട്സ് ആകുമ്പോഴത്തേനും അവർക്ക് ഷുഗർ നന്നായിട്ട് താന്നു പോകും. അതുകൊണ്ട് അവർക്ക് വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റും കീറ്റോ ഡയറ്റും ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ്. പിന്നെയുള്ള ഫാസ്റ്റിംഗ് ആൻഡ് ഫീസ്റ്റിംഗ് എന്ന് പറയും. നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം 16 മണിക്കൂർ, വൈകുന്നേരം 4 മണിക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം 8 മണിക്ക് നമ്മൾ കഴിക്കുന്നത് 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനിടയ്ക്ക് വൈകിട്ടത്തെ മരുന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിരുന്നാൽ പോലും അത്ര ലോങ് നമുക്കൊരു 6 to 8 hours ഫാസ്റ്റിംഗ് തന്നെ ഹൈപ്പോഗ്ലൈസിമിയ നോർമലി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ 16 hours ഫാസ്റ്റിംഗ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയബറ്റിക് രോഗികൾ, ഷുഗർ രോഗികൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും അവർ ഷുഗർ താഴ്ന്ന് ബോധം കെട്ട് വരാൻ ചാൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്ന ഷുഗർ രാത്രി താഴ്ന്നിട്ട് രാവിലെ നോക്കുമ്പോൾ ഏർലി മോർണിംഗ് ഹൈപ്പോഗ്ലൈസിമിയ പറയും, സോമോഗി ഫിനോമിന എന്ന് പറയും. പലപ്പോഴും രാവിലെ നമുക്ക് ഷുഗർ കൂടും. അപ്പം ഡോക്ടറോട് പറയും, ഡോക്ടർ എൻ്റെ ഷുഗർ വീണ്ടും കൂടി, ഇങ്ങനെ വൈകിട്ടൊന്നും കഴിച്ചിട്ടുമില്ല. അപ്പോൾ സംഭവിച്ചിരുന്നത് രാത്രി താഴുന്നുണ്ട്, 1 മണി 2 മണിയാകുമ്പോൾ ഷുഗർ താഴ്ന്നിട്ട് ഇവരറിയുന്നില്ല, രാത്രി ഉറക്കത്തിലാണ്. അവർ വേർത്തലുണ്ടാവും, കൗണ്ടർ ഹോർമോൺസ് വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബോഡിയിൽ ഷുഗർ കയറ്റുക, അല്ലെങ്കിൽ ഒരു ബോധം കെട്ടുപോകും. അത് ഒഴിവാക്കാൻ വേണ്ടി രാവിലെ നോക്കുമ്പോൾ ഫാസ്റ്റ് ഷുഗർ 150-200 ആയിരിക്കും. അപ്പോൾ വീണ്ടും വൈകുന്നേരം മരുന്ന് കൂട്ടുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും അഡ്വൈസബിൾ. അപ്പോൾ ലോങ് നമുക്ക് ഒത്തിരി സമയം, അതായത് 8 മണിക്കൂറിനൊക്കെ മോഡി ഫാസ്റ്റിംഗ് ഒട്ടും അഡ്വൈസബിൾ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ 15-16 മണിക്കൂറൊക്കെ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ഡയബറ്റിസ് രോഗികൾക്ക് അഡ്വൈസബിൾ അല്ല. അപ്പം കീറ്റോ ഡയറ്റ് പറ്റിയാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പാടാണ്. പിന്നെയുള്ള നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയും. അപ്പം നമ്മൾ ഓരോ റിലീജിയൻ അനുസരിച്ചുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്, റംസാൻ്റെ ഫാസ്റ്റിംഗ് ഉണ്ട്, അല്ലാത്ത നമ്മൾ ചിലർ 1 നേരം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന മീൽസ്, അതായത് നമ്മൾ റംസാൻ ഫാസ്റ്റിംഗ് കഴിക്കാമെങ്കിൽ നമ്മൾ വൈകുന്നേരമാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്, അപ്പോൾ നോയമ്പ് മുറിക്കുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് മരുന്ന് കഴിച്ചാൽ മതി, രാവിലെ നമ്മൾ കഴിക്കില്ല. കാരണം ഏർലി മോർണിംഗ് കാര്യമായിട്ട് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഒരു 12 മണിക്കൂറോളം നമ്മൾ ഫാസ്റ്റിങ്ങിലാണ്. അപ്പോൾ വൈകുന്നേരം മരുന്ന് കഴിക്കുക, വൈകുന്നേരം മേജർ മെഡിസിനോട്. അല്ലാത്ത 1 നേരം കഴിക്കുന്നവരാണ് ആ കഴിക്കുന്ന സമയം മാത്രം മെഡിസിൻ കഴിക്കുക. ഇൻസുലിനൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഷുഗർ രോഗികൾ മരുന്ന് കഴിക്കണം. അപ്പോൾ അവർക്ക് ഡയറ്റ് പറഞ്ഞ് ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ അനുബന്ധ കോംപ്ലിക്കേഷൻ, ഇപ്പം ക്രിയാറ്റിനൊക്കെ ഉണ്ട്, അപ്പം കണ്ണിനൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഹാർട്ടിനൊക്കെ പ്രശ്നമുണ്ട്, വേറെ ഒത്തിരി കൂട്ടം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഡയറ്റുകൾ, ഇങ്ങനെയുള്ള ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇതുകൂടെ ഫാസ്റ്റിങ് ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർ കോംപ്ലിക്കേഷൻസ് വരും, അവർ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും, കൂടുതൽ മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരും. താങ്ക് യു.